ജയത്തിലേക്കുള്ള പട്ടികയാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞല്ലോ നേതാക്കന്മാർ എവിടെയാട്ടാ ഏത് തീരുമാനമായി? ഇല്ല, ആരും അത് നിങ്ങൾ മത്സരിക്കുന്നു നിങ്ങൾ തന്നെ പ്രഖ്യാപിച്ച്, ഇപ്പം പിന്നെ വൈകുന്നു നിങ്ങൾ തന്നെ പ്രഖ്യാപിക്കുന്നത്, ഇനി ഇല്ലാന്ന് നിങ്ങൾ തന്നെ പ്രഖ്യാപിക്കുക. അത് പാർട്ടി സമയമാകുമ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള തീരുമാനം അറിയിക്കുന്ന എല്ലാവരും പറഞ്ഞു കഴിഞ്ഞില്ല. കേരള ഹൗസിൽ കയറാൻ NOC വേണോ? അത് ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ അതല്ല, ഈ ഞാൻ ഒരു ചെറുപ്പക്കാരൊക്കെ ഇത്തവണ ഉണ്ടല്ലോ, അത് വിഷ്ണുവട്ടം പറഞ്ഞല്ലോ, പട്ടിക വരുമ്പോ ആ പട്ടിക എത്ര സമയമെടുത്ത് എന്തിനാണെന്നും അത് നന്നായെന്ന് കേരളത്തിലെ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു പട്ടിക പുറത്തിറക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയും. UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക അത്തരത്തിലുള്ളതായിരിക്കും എന്നുള്ളത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു, അതായത് മെനിഞ്ഞാന്ന് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നു, പിന്നാലെ ചാടി വീണ് CPM ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നു. അതിൽ ഉള്ളത് കൊലപാതകങ്ങൾ, ക്രിമിനല്, പിന്നെ ഭാര്യമാര്, സ്ഥാനാർത്ഥിയാവാൻ മത്സരിക്കാൻ പറ്റാത്ത നേതാക്കന്മാർ ഭാര്യമാരെ നിർത്തി തന്ത്രം ഈ പറയുന്ന അധികാരം വീട്ടിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമാണ്. അപ്പോൾ ചാടി വീണ് അവരത് പ്രഖ്യാപിച്ചു, ശരി തന്നെ. അപ്പോൾ കോൺഗ്രസ് എന്താ പ്രഖ്യാപിക്കുന്നത്? കോൺഗ്രസ് പ്രഖ്യാപിച്ചോളൂ, നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ പ്രശ്നം? കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? ഇനി കോൺഗ്രസിനാണ് സമയം കുറവ് ഉള്ളതെങ്കിൽ അത് അവരുടെ പ്രശ്നം. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്താണ് പ്രശ്നം? കോൺഗ്രസ് ഇത്ര പ്രഖ്യാപിക്കാത്തത്. കോൺഗ്രസ് നിങ്ങളുടെ സമയത്തിനല്ല പ്രഖ്യാപിക്കുന്നത്, കോൺഗ്രസിൻ്റെ സമയത്തിനാണ്. പിന്നെ ഈ പറയുന്ന ആരൊക്കെ എവിടെയൊക്കെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചാലും UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അതൊരു ഒന്നൊന്നരയായിരിക്കും, മനസ്സിലായില്ലേ? അത് ഇതുവരെ വന്ന എല്ലാ സ്ഥാനാർത്ഥി പട്ടികകളെയും മറികടക്കാൻ പര്യാപ്തമായ ഒന്നൊന്നര സ്ഥാനാർത്ഥി പട്ടികയാണ് UDFൻ്റെത് വരാൻ പോകുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന എന്താ എനിക്ക് മനസ്സിലാവാത്ത, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ തിടുക്കം? കേരളത്തിലെ മാധ്യമങ്ങൾ തലേന്ന് വൈകുന്നേരം ആകുമ്പോൾ പറയും നാളെ രാവിലെ വരും, രാവിലെ ആകുമ്പോൾ പറയും ഉച്ചയ്ക്ക് വരും. ഇതൊക്കെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇവരുടെ ഭാവനക്കനുസരിച്ചാണ്. അതിൽ സതീശൻ ഒരു ചൂണ്ട എറിഞ്ഞു. എന്ത്? നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് അന്ന് രാവിലെ സതീശൻ പറഞ്ഞു, എന്ത്? നോട്ടിഫിക്കേഷൻ വന്നാൽ ഞങ്ങൾ 24 മണിക്കൂറിനകം പ്രഖ്യാപിക്കും. കേട്ട പാതി കേൾക്കാതെ പാതി. നോട്ടിഫിക്കേഷൻ വന്നതിന് ഞങ്ങൾ ആദ്യമാകാൻ വേണ്ടി ഈ ചെറിയ കുട്ടികളുണ്ടല്ലോ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ആരാ ആദ്യം കഴിച്ച് തീർക്കുന്നത്? അതുപോലെ ആദ്യമെത്താൻ വേണ്ടിയിട്ട് ഗോവിന്ദൻ 4 മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം വരുന്നു, 5 മണിക്ക് ഗോവിന്ദൻ വാർത്താ സമ്മേളനം വിളിക്കുന്നു, പ്രഖ്യാപിച്ചു. സംഭവം ശരിയാണ്. ഇപ്പം എന്തായി അവസാനം? ഇപ്പോൾ ഗോവിന്ദൻ്റെ ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് പ്രകാരം ഗോവിന്ദൻ്റെ ഭാര്യയെ നിർത്തിയിടത്ത് വരെ അടിയാണ്. ആരാണ് ഗോവിന്ദൻ്റെ ഭാര്യ എന്നുള്ള ചിന്തിക്കണം നമ്മൾ. അതവിടെ നിൽക്കട്ടെ, നമ്മൾ അവരുടെ കാര്യത്തിലേക്ക് പോകുന്നില്ല. ഇപ്പുറത്ത് ഇങ്ങോട്ട് വരാം, കോൺഗ്രസ്സിലേക്ക്. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിച്ചോളും. പിന്നെ കോൺഗ്രസ്സിന് പ്രചരണത്തിന് സമയം കിട്ടുന്നുണ്ടോ? അവർ വിജയിക്കുമോ? അവർ തോക്കുമോ? അതൊക്കെ കോൺഗ്രസ് ചിന്തിച്ചോളും. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ ഈ മാപ്രകൾക്ക് എന്താണ് ഇതിൽ ഇത്ര റോള്? കാരണം അവർക്ക് ഒരു കാര്യം അറിയാം. എന്താണത്? കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്തോറും അത് ഭംഗിയുള്ളതാകും, അത് കുറ്റമറ്റതാകും, അത് കൂടുതൽ സ്വീകാര്യതയുള്ളതാകും എന്ന് ഇവർക്കറിയാം. അപ്പോൾ എന്താ വരാത്തത്? രാവിലെ വൈകുന്നേരം രാവിലെ വൈകുന്നേരം ലേലം വിളിയാ. ആരുടെ വക? ഈ മാപ്രകളുടെ വക. എന്തിനാ അത് കൂടുതൽ കോൺഗ്രസിൻ്റെ മുകളിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി, ഒരു സമ്മർദ്ദം ഉണ്ടാക്കാൻ വേണ്ടി. ഇനി അവരും കൂടി ധൃതിപ്പെട്ട് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് ആരുടെങ്കിലുമൊക്കെ പേര് പറഞ്ഞാൽ അതവിടെ തീർന്നല്ലോ. അപ്പോൾ അതുണ്ടാകാൻ വേണ്ടി, കാരണം CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ട് പെട്ടിരിക്കുക. കാരണം സ്ഥാനാർത്ഥികളായി തീരുമാനിച്ച ആളുകൾ അത്രയും പ്രശ്നക്കാരാണ്, കൊലപാതകികളാണ്, ക്രിമിനൽ തെമ്മാടികളാണ്.
പിന്നെ സ്ത്രീകളാണെന്ന് പറയുന്ന ചില ആളുകളുണ്ട്. പക്കാ ഫ്രോഡുകൾ. സാധാരണക്കാരൻ്റെ ജീവൻ, നാവ്. ഞാൻ പറഞ്ഞില്ലേ, ഈ സ്ത്രീകളുടെ ചില സ്ത്രീകൾ ഇതൊന്നുമില്ല കേട്ടോ, ചില മനുഷ്യന്മാരുടെ നാവ് വാളിനേക്കാൾ മൂർച്ചയുള്ളതാ. അത്തരത്തിൽ ഇത് വാളിനേക്കാൾ മൂർച്ച എന്നൊന്നല്ല പറയേണ്ടത്, ഇത് വിഷമാണ്. വിഷമുള്ള നാവുമായി ഇറങ്ങിയ ചില സ്ത്രീകൾ, മനുഷ്യൻ്റെ ജീവൻ ഇങ്ങനെ നാവ് കൊണ്ട് പറിച്ചെടുക്കാൻ പറ്റുന്ന ആളുകൾ അല്ലേ. ആന്തൂരിലെ സാജനെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ സാജൻ്റെ മരണത്തിന് കാരണക്കാരി ആരാ? ഈ PK ശ്യാമളയാ. ആ ശ്യാമള മത്സരിക്കുക, കാരായി രാജൻ മത്സരിക്കുക. ആരാ കാരായ രാജൻ? എനിക്കതിൽ കോമഡി ആയിട്ട് തോന്നിയത്, കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറയുന്ന SDPIയുടെ പിന്തുണ CPMനോ ഒരു വാർത്ത ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. ബെസ്റ്റ് ആളുകളാ. കാരായി രാജനെ വിജയിപ്പിക്കേണ്ടത് SDPI എന്ന് പറയുന്ന പാർട്ടിയുടെ ബാധ്യതയാണ്. കാരണം എന്താ? നിങ്ങളിൽ ഒരുത്തനെ വെട്ടിക്കൊന്നു. ഫസലിനെ, 33 വയസ്സുകാരനായ ഫസലിനെ തലശ്ശേരിയിലിട്ട് വെട്ടിക്കൊന്നു. അപ്പോൾ ആ ഫസലിൻ്റെ ചോരക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേ കാരായി രാജനെ വിജയിപ്പിക്കണം ഇവിടെ സുഡാപ്പിക്കാരെ. നിങ്ങളുടെ ബാധ്യതയാ. നിങ്ങളത് ഫസലിനോട് ചെയ്യുന്ന നീതിയായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്തു? ഫസലിനെ വെട്ടിക്കൊന്നത് പോരായിട്ട് അതൊരു വർഗീയ കലാപമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും കാരായി രാജൻ നടത്തി അല്ലേ. ഇതെല്ലായിടത്തും ഉള്ളതാ. ഇപ്പോൾ ഞാൻ പറയാം, TP ചന്ദ്രശേഖരനെ വെട്ടിയപ്പോൾ ഇന്നോവ വാടകയ്ക്ക് എടുക്കുമ്പോൾ ആ വണ്ടിയുടെ മുകളിൽ സ്റ്റിക്കറൊന്നുമില്ല. പക്ഷേ TP ചന്ദ്രശേഖരനെ വെട്ടി വീഴ്ത്തിയതിന് ശേഷം അതിന് മുകളിൽ സ്റ്റിക്കറാ. എന്താ സ്റ്റിക്കർ? മാഷാ അല്ലാ. എന്താ കാര്യം? മനസ്സിലായില്ലേ? ഫസലിനെ കൊന്നപ്പോഴും അത് തന്നെയാണ് കാണിച്ചത്. അപ്പോൾ ഇവരെയൊക്കെ വിജയിപ്പിക്കേണ്ടത് കേരളത്തിലെ SDPIക്കാരുടെ ആവശ്യമാണ്. അരബാ. ആരെ വിജയിപ്പിക്കണം? പിണറായി വിജയനെ വിജയിപ്പിക്കണം. ആരെ വിജയിപ്പിക്കണം? കാരായി രാജനെ വിജയിപ്പിക്കണം. ആരെ വിജയിപ്പിക്കണം? PK ശ്യാമളയെ വിജയിപ്പിക്കണം. എന്തൊരു അന്തസ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, UDFൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരും. അത് വരുമ്പോൾ അതൊരു ഒന്നൊന്നര സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ സതീശൻ ഇവരെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. ഇവരിടക്കിടക്ക് ഇങ്ങനെ സതീശൻ്റെ നുണേശൻ്റെ നുണകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള ഫേസ്ബുക്ക് പ്രൊഫൈലുകളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ അപ്പം പൂട്ടിപ്പോവുകയാണ്. അതാണ് ഇതിൻ്റെ കോമഡി എന്ന് പറയുന്നത്. അപ്പോൾ സതീശനൊന്ന് ചൂണ്ടയെറിഞ്ഞു. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മണിക്കൂർ മുമ്പ് സതീശൻ പറഞ്ഞു മാധ്യമങ്ങളോട്, ഞങ്ങൾ ഫുൾ റെഡി, 24 hours ഞങ്ങൾ സ്ഥാനാർത്ഥി പട്ടിക ഇറക്കും. ഇത് കേട്ട് ഗോവിന്ദൻ ചാടി വീണ് ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ഇപ്പം എന്തായി? സതീശൻ ഇതൊക്കെ മുൻകൂട്ടി കണ്ടതാ. ഞാനിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദൻ ചാടി വീഴും. അപ്പോൾ അവരുടെ സ്ഥാനാർത്ഥി പട്ടിക കിട്ടും. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് ഓരോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാം. വളരെ കൃത്യമായിട്ട് പേരുകളൊക്കെ കയ്യിലുണ്ട്. പക്ഷേ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ അവിടെ CPMൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് കൂടി ഒന്ന് പരിഗണിക്കണമല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാം. അങ്ങനെയാക്കി കാര്യങ്ങൾ. അങ്ങനെയാണ് സതീശൻ്റെ ഐഡിയ വർക്കൗട്ടായത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വല്ലാത്തൊരു ഗതികേട്. ഇവർ വിചാരിച്ചു ഇത് ഇങ്ങനെ ചാടി വീഴാനൊരു കാരണം കൂടിയുണ്ട്. എന്താണത്? അത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളില്ലേ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏറ്റവും ഫസ്റ്റ് നടത്തിയത്, അത് പാലക്കാടാണെങ്കിലും ശരി, നിലമ്പൂരാണെങ്കിലും ശരി, ഈ പറയുന്ന നമ്മളെ ഉമാ തോമസിൻ്റെ മണ്ഡലം, അത് എപ്പോഴും അതെനിക്ക് വിട്ടുപോകും. കാരണം അത് പറയുമ്പോൾ എൻ്റെ വായിലേക്ക് ചിലപ്പോൾ തൃത്താല അല്ലെങ്കിൽ തൃക്കരിപ്പൂര് എന്നൊക്കെ വരും. ഇപ്പോഴും ആ പേര് കിട്ടുന്നില്ല. അപ്പോൾ അവിടെ ഇപ്പോൾ ഇവിടെയൊക്കെ കോൺഗ്രസ് ആദ്യം ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് CPMൻ്റെ, എന്നിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. അപ്പോൾ ഇവർ ഇപ്രാവശ്യം കണക്കൂട്ടുന്നത് എന്താ? ആദ്യം പ്രഖ്യാപിച്ചാലോ ജയിക്കുന്നത്. അത് സതീശനൊരു പണി കൊടുത്തതാ. ഈ പൊട്ടന്മാർ ഗോവിന്ദൻ അത് മനസ്സിലാക്കണ്ടേ? അല്ലെങ്കിൽ ഇവർ ഈ AKG സെൻറ്ററിൽ ഇരുന്നിട്ട് ഈ പണിയെടുക്കുന്നവരതൊന്നും മനസ്സിലാക്കണ്ടേ അല്ലേ? അത് വേണ്ടേ? ഈ പറയുന്ന രീതിയിൽ സതീശൻ ആദ്യം ഒരു ചൂണ്ട എറിഞ്ഞു, ഗോവിന്ദൻ അതിൽ കൊത്തി. 4 മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ വന്നു, 5 മണിക്ക് ഗോവിന്ദൻ വന്നു, സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. ഇപ്പോൾ സതീശൻ എന്താക്കി? ലിസ്റ്റിംഗ് കൊടുത്തു, ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ, അപ്പോൾ അവിടെ നമുക്ക് ഇയാൾ,
ഇവിടെ നമുക്ക് ഇയാൾ, ഇവിടെ നമുക്ക് ഇയാൾ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ഒരു ചേഞ്ചുകൾ വരുത്തി, വേണ്ടിടത്ത്, എല്ലായിടത്തും അല്ല പറയുന്നത്, ചില ഇടങ്ങളിലൊക്കെ ചേഞ്ചുകളൊക്കെ ഒന്ന് വരുത്തി. അപ്പോൾ ഇനിയിപ്പോൾ ലീഗിൻ്റെയും വരുന്നു വൈകുന്നേരം ആകുമ്പോൾ പറഞ്ഞ് നിങ്ങൾ ഈ തിരക്ക് കൂട്ടണ്ട. ഞാൻ പറയുന്നത് കേരളത്തിലെ മാപ്രകളോടാണ്, നിങ്ങൾ ആരും തിരക്ക് കൂട്ടണ്ട. സംഭവം വളരെ സിമ്പിളാണ്. ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഒരു 1.5 ആയിരിക്കും അത്. മനസ്സിലായില്ലേ? അപ്പോൾ ഷാഫി പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ മാപ്രകൾ മൂക്കത്ത് കൈവച്ച് സമ്മതിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? വളരെ കൃത്യമായിട്ട് ഇലക്ഷൻ മാനേജ്മെൻറ്റ് എന്താണെന്ന് അറിയാവുന്നവരാണ് ഇപ്പോൾ തലപ്പത്തിരിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും. അപ്പോൾ അവിടെ ഷാഫി ഉണ്ട്, അവിടെ വിഷ്ണുനാഥ് ഉണ്ട്, അവിടെ അനിൽകുമാറുണ്ട്, അവിടെ വി ഡി ഉണ്ട്, അവിടെ സണ്ണി ഉണ്ട്, അവിടെ രമേശ് ചെന്നിത്തലയുണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ വളരെ കൃത്യം. കൂടുതൽ പേരുകളിലേക്കൊന്നും വേണ്ട. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇത്ര മതി. ഷാഫി, വിഷ്ണുനാഥ്, സണ്ണി, വി ഡി. അത് തന്നെ വലിയ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന മുതലുകളാടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇപ്പം ഞാൻ ചിലപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും ഈ പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ ചെറിയ ഉള്ളിലൊരു എന്താ പട്ടിക വരാത്തത്? നമുക്കും ഈ ഒന്നാമതെന്താ ഈ മാപ്രകൾ രാവിലെ വരും വൈകുന്നേരം വരും, രാവിലെ വരും വൈകുന്നേരം വരും, ഉച്ചക്ക് വരും രാവിലെ വരും വൈകുന്നേരം വരും, ഉച്ചക്ക് വരും രാവിലെ വരും വൈകുന്നേരം, ഇതെന്നാ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്ന സ്വാഭാവികമായിട്ട് കേൾക്കുന്നവർ എന്താ വരാത്തത് എന്നുള്ളത്. നിൽക്കടോ, വരും. അത് വരുമ്പോൾ ഓരോന്നൊന്നര പ്രഖ്യാപനമായിരിക്കും, ഓരോന്നൊന്നര വരവായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ആരും തിരക്ക് കൂട്ടണ്ട. ഷാഫി പറഞ്ഞല്ലോ, എല്ലാവരും ഉണ്ട്. സ്ത്രീകളുണ്ട്, യുവജനങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്, സീനിയർ നേതാക്കന്മാരുണ്ട്, എല്ലാവരുമുണ്ട്. വളരെ കൃത്യമായിട്ട് അത് അതിൻ്റെ മുറക്ക് കോൺഗ്രസ് കാത്തിരിക്കുന്നത്. ഇന്നലെ ഞാനൊരാൾ പറയുന്നത് കേട്ടു കേട്ടോ, ഒരു മാധ്യമപ്രവർത്തകൻ തന്നെയാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത് കേട്ടു, നിങ്ങൾ എന്തിനാ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വേണ്ടി എന്തിനാ മാധ്യമങ്ങൾ തിരക്കുണ്ടാക്കുന്നത്? അവരെന്തിനാ ഇത്ര ധൃതി ഉണ്ടാക്കുന്നത്? അവരവരുടെ സമയത്തിന് പറഞ്ഞോളും. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു UDF പറയുന്നത് കോൺഗ്രസ് എന്നൊന്നും പറയുന്നത് ഒരു സാധാ പാർട്ടിയോ ഒരു മുന്നണിയോ അല്ല. അതൊരു സാമൂഹിക മുന്നണി കൂടിയാണ്. അത്രയും ഒരു വലിയ പ്ലാറ്റ്ഫോമാണത്. അവിടെ പല രീതിയിലുള്ള ചർച്ചകളും പല രീതിയിലുള്ള കൂടിയാലോചനകളും വേണം. പ്രത്യേകിച്ച് വിജയം മാത്രം മുന്നിൽ കണ്ടിറങ്ങുമ്പോൾ ഒരു സ്വല്പം ഒന്ന് പതുങ്ങേണ്ടി വരും. ആ പതുങ്ങിയിട്ട് പിന്നെ ഒരു കുതിക്കലുണ്ട്, ഒരു കുതിച്ചു ചാട്ടമുണ്ട്. അപ്പം അതിന് വേണ്ടിയാണ്. അപ്പോൾ ആർക്കും ഞാൻ പറയുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, കേരളത്തിലെ മാപ്രകൾക്ക് നിങ്ങളെന്തിനാ ഇതിൽ ഇത്ര വലിയ നിങ്ങൾക്ക് എന്താണ്? ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിക്കുമ്പോൾ അത് നിങ്ങളുടെ അടുത്തെത്തും, ലീഗ് പ്രഖ്യാപിക്കുമ്പോൾ അത് നിങ്ങളുടെ അടുത്തെത്തും. അതുപോലെ അല്ലാണ്ട് നിങ്ങളുടെ സൗകര്യത്തിന് കോൺഗ്രസ് പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ ലീഗ് പ്രഖ്യാപിക്കണം അങ്ങനെ നിങ്ങൾ പറയരുത്.